ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് മുടിയിൽ കുത്താൻ പറ്റിയ ഒരു ബൺ ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ്. മുടിയിലും കുത്താൻ പറ്റും, നമുക്ക് കൈക്കൊക്കെ ഇടാനും പറ്റും. അപ്പോൾ ഞാനിത് 2 പീസ് തുണി ആയതുകൊണ്ട് ഞാനിത് ഒന്ന് കൂട്ടിയടിക്കുകയാണ്. നിങ്ങൾ തുണിയെടുക്കുമ്പോൾ ഒരു 35 ഇഞ്ച് തൊട്ട് 40 ഇഞ്ച് വരെയുള്ള തുണി ഒരു 5 ഇഞ്ച് വീതിയിൽ എടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ ഈ വശം 2 വക്കും കൂടിയിട്ട് നമുക്കൊന്ന് കൂട്ടിയടിക്കാം. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ 2 വശങ്ങളും കൂട്ടിയടിക്കുക. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ തുണി വെച്ചതിന് ശേഷം ഇത് മേലേലുള്ളത് ഇങ്ങോട്ട് മടക്കി അടിയിലുള്ള തുണി മേലേലേക്ക് എടുത്തിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക. ഇതുപോലെ മുഴുവനായിട്ടും ഇതേ രീതിയിൽ അടിച്ചെടുക്കുക. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നും വലിച്ച് പുറത്തോട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ അതിൻ്റെ അറ്റം വരെ കുറച്ച് സ്പേസ് വിട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം. കൂട്ടുകാരെ, ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാനിതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഇങ്ങനെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വലിച്ചിട്ടിട്ട് അടിച്ചാൽ മതി. വളരെ സിമ്പിളായ ഒരു മെത്തേഡാണിത്. നല്ല വൃത്തിയിലും നമുക്ക് ബണ്ണ് കിട്ടും. അപ്പോൾ ഇത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നൂല് വെട്ടി ഇനി ഒരു ചെറിയൊരു സ്പേസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ പുറത്തേക്ക് വലിച്ചെടുക്കുക. കണ്ടില്ലേ, എത്ര സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. ഇനി ഈ സ്പേസിലൂടെ നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. എലാസ്റ്റിക് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഒരു 6 തൊട്ട് ഒരു 9 ഇഞ്ച് വരെ എലാസ്റ്റിക് എടുക്കാം. ഓരോരാളെ മുടിയുടെ അളവിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ ഈ എലാസ്റ്റിക് ഒരു പിന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന ബണ്ണ് നമുക്ക് അലക്കി യൂസ് ചെയ്യാൻ പറ്റും. അധികം അഴുക്കായി കഴിഞ്ഞാൽ നമുക്ക് അലക്കി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് കട്ട് പീസ് ഉണ്ടെങ്കിൽ ഏത് തുണിയിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒരറ്റം പിടിച്ച് വെക്കണം, അല്ലെങ്കിൽ ആ അറ്റം ഉള്ളിലേക്കായി പോകും. ഇത് മുഴുവനായും ഇട്ട് കൊടുത്തതിന് ശേഷം 2 അറ്റവും തമ്മിൽ കൂട്ടി കെട്ടിക്കൊടുക്കണം. ഇതുപോലെ ആ കെട്ട് നല്ല മുറുക്കയുള്ള ഒരു കെട്ടായിരിക്കണം, അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ഇനി ഈ സ്പേസ് ഉണ്ടല്ലോ, നമ്മൾ ഈ എലാസ്റ്റിക് ഇട്ട ആ ഭാഗം ഒന്ന് അതിൻ്റെ നൂല് ഉള്ളിലേക്കാവുന്ന വിധത്തിൽ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഇത്ര പണിയേ ഉള്ളൂ ഈ ബണ്ണ് ഉണ്ടാക്കാൻ. അത്രയും ഈസിയായ ഒരു മെത്തേഡാണിത്. അതും നല്ല വൃത്തിയിലും ഉണ്ടാവും. നമുക്ക് നല്ല വൃത്തിയിൽ ചെയ്യാൻ പറ്റിയ ഒരു ബണ്ണാണിത്. ഇത് കുട്ടികൾ കയ്യിൽ ഇടും, കൈക്കിടാനും ഇത് കണ്ടില്ലേ, അടിപൊളി യാണ്. ഇതുപോലെ കൈക്കിടാനും പറ്റും. ഇപ്പോഴത്തെ ന്യൂ ജനറേഷനൊക്കെ ഇതൊക്കെ കൈക്കിട്ട് നടക്കുന്നതാണ്. നമ്മളൊക്കെ മുടിയിലായിരുന്നു കുത്തിയിരുന്നത്. ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുണിയിൽ ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.